എനിക്ക് നിന്നെ വേണ്ട. നിന്നെ കല്യാണം കഴിച്ച ശേഷം എൻ്റെ ജീവിതത്തിൽ ഐശ്വര്യമില്ല. ഭർത്താവിൽ നിന്ന് ഇങ്ങനെയുള്ള കുത്തുവാക്കുകൾ കേട്ടാൽ ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ? തിരുവനന്തപുരം കമലേശ്വരത്തെ ഗ്രീമ എന്ന യുവതി വിവാഹം കഴിഞ്ഞ് 25-ാം ദിവസം കേട്ട പഴികളാണിത്. അയർലൻഡിൽ നിന്ന് PhD പൂർത്തിയാക്കാൻ സാധിക്കാത്തതിൻ്റെ കുറ്റവും ഭാര്യയുടെ തലയിൽ കെട്ടിവെച്ചു. സയനൈഡ് കഴിച്ച് അമ്മയും മകളും ജീവനൊടുക്കിയ കേസിലാണ് ഞെട്ടിപ്പിക്കുന്ന കഥകൾ കേട്ടത്. യുവതി ഭർത്തൃവീട്ടിൽ നേരിട്ടത് കടുത്ത അപമാനവും അവഗണനയുമെന്നാണ് വിവരം. മുംബൈയിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് നാട്ടിലെത്തിച്ച ഉണ്ണികൃഷ്ണനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. കമലേശ്വരം ആര്യൻകുഴി ശാന്തി ഗാർഡൻസിൽ പരാതിനായ റിട്ടയർഡ് അഗ്രികൾച്ചറൽ ഡെപ്യൂട്ടി ഡയറക്ടർ N രാജീവിന്റെ ഭാര്യ SL സജിതയെയും മകൾ ഗ്രീമ S രാജിനെയുമാണ് ബുധനാഴ്ച വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ച ശേഷം ഇവർ സൈനൈഡ് കഴിച്ച് ജീവനൊടുക്കുകയായിരുന്നു. ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനാണ് മരണത്തിന് കാരണമെന്ന് കാട്ടിയുള്ള ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അയർലൻഡിൽ അധ്യാപകനായ ഉണ്ണികൃഷ്ണൻ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പൂന്തറ പോലീസിന്റെ ലുക്കൌട്ട് നോട്ടീസ് പ്രകാരം മുംബൈ വിമാനത്താവളത്തിൽ എമിഗ്രേഷൻ അധികൃതർ തടഞ്ഞുവെക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് മുംബൈയിലെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഉണ്ണികൃഷ്ണനെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്കാണ് പൂന്തറ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ആറ് വർഷം മുൻപായിരുന്നു ഗ്രീമയുടെയും ഉണ്ണികൃഷ്ണന്റെയും വിവാഹം. 200 പവൻ സ്വർണവും വീടും സ്ഥലവും അടക്കമുള്ള സ്വത്തുക്കളും നൽകിയാണ് വിവാഹം നടത്തിയത്. വിവാഹം കഴിഞ്ഞ് 1 മാസത്തിനു ശേഷം ഉണ്ണികൃഷ്ണൻ അയർലൻഡിലേക്ക് പോയി. ഗ്രീമ അമ്മയ്ക്കും അച്ഛനുമൊപ്പം കമലേശ്വരത്തെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഗ്രീമയുടെ അച്ഛൻ N രാജീവ് മരിച്ചിരുന്നു. അടുത്തിടെ ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ വിവാഹബന്ധം തുടരാൻ താല്പര്യമില്ലെന്ന് ഉണ്ണികൃഷ്ണൻ ഗ്രീമയോട് പറഞ്ഞിരുന്നതായി ബന്ധുക്കൾ ആരോപിക്കുന്നു. തുടർന്നുണ്ടായ മാനസിക വിഷമമാണ് ഇരുവരുടെയും മരണത്തിലേക്ക് നയിച്ചതെന്ന് ബന്ധുക്കൾ പരാതിപ്പെടുന്നു. ആത്മഹത്യ ചെയ്യുകയാണെന്ന് ബന്ധുക്കൾക്ക് വാട്സാപ്പ് സന്ദേശം അയച്ച ശേഷമാണ് ഇരുവരും ജീവനൊടുക്കിയത്. 25 ദിവസം ഒരുമിച്ച് ജീവിച്ച ശേഷം ഉപയോഗിച്ച ഉടുപ്പ് പോലെ മകളെ ഉണ്ണികൃഷ്ണൻ എറിഞ്ഞു കളഞ്ഞു. 6 വർഷത്തെ മാനസിക പീഡനവും അവഗണനയുമാണ് ഗ്രീമ അനുഭവിച്ചത്. പിരിയാൻ തക്ക കാരണങ്ങളൊന്നുമില്ല. നിസ്സാര കാരണങ്ങൾ പറഞ്ഞാണ് മകളെ ഉപേക്ഷിച്ചത്. അപമാനഭാരം സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞാണ് ഗ്രീമയുടെ അമ്മ സജിത ആത്മഹത്യാക്കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ആരും പെട്ടെന്ന് വരേണ്ടെന്നും സൈനൈഡ് കഴിച്ചാണ് തങ്ങൾ മരിക്കുന്നതെന്നും ഗ്രീമ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. നേരത്തെ തന്നെ തങ്ങളുടെ കയ്യിൽ സൈനൈഡ് ഉണ്ടെന്നും കൂട്ട ആത്മഹത്യ ഒഴിവാക്കാൻ ഇത്രയും നാൾ ഉണ്ണികൃഷ്ണന്റെ കാല് പിടിക്കുകയായിരുന്നുവെന്നും കത്തിലുണ്ട്. തന്റെ പേരിലുള്ള സ്വത്തുക്കൾ ഉണ്ണികൃഷ്ണനും സഹോദരന്മാർക്കും നൽകരുതെന്ന വേറൊരു കത്തും ഗ്രീമ എഴുതിയിരുന്നു. സ്വർണവും സ്വത്തുക്കളും അമ്മാവന്മാർക്ക് നൽകണമെന്നാണ് ആവശ്യം. വിവാഹശേഷം ഗ്രീമ തനിക്ക് ഭാഗ്യക്കേടാണെന്ന് ഉണ്ണികൃഷ്ണൻ കുറ്റപ്പെടുത്തിയിരുന്നതായി ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞു. തനിക്ക് PhD പൂർത്തിയാക്കാൻ കഴിയാത്തത് ഗ്രീമയെ വിവാഹം കഴിച്ചതുകൊണ്ടാണെന്ന് ഉണ്ണികൃഷ്ണൻ കുറ്റപ്പെടുത്തിയിരുന്നു. ഗ്രീമയ്ക്കും അമ്മയ്ക്കും ജീവനൊടുക്കാനായി സൈനൈഡ് എവിടെ നിന്ന് ലഭിച്ചുവെന്ന കാര്യത്തിലും സംശയമുണ്ടായിരുന്നു. എന്നാൽ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്ന പിതാവ് വീട്ടിൽ സൂക്ഷിച്ചിരുന്നതാണ് സൈനൈഡ് എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സജിതയുടെയും ഗ്രീമയുടെയും മൃതദേഹം സംസ്കരിച്ചു. നാടിനെ നടുക്കിയ ആത്മഹത്യയിൽ വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.